ഓഫീസല്ലേ, എല്ലാരും കയറി ഇറങ്ങുന്ന സ്ഥലവും. മാത്രമല്ല എവിടെയായാലും വിളക്ക് വെച്ചില്ലെങ്കിലും കൃത്യമായി ഒരു ചന്ദനത്തിരിയെങ്കിലും കത്തിക്കണം. ഇല്ലെങ്കിൽ ആ പാവം കൂടി നമ്മൾ വഹിക്കേണ്ടി വരും. ആത്മാവിനോട് കാണിക്കുന്ന അവഗണനയായിട്ട് മാറുകയും ചെയ്യും ഇത്. എന്റെ കൂടപ്പിറപ്പായിട്ടേ ഞാൻ വിഷ്ണുവിനെ കണ്ടിട്ടുള്ളൂ. ശാലിനി ആവശ്യപ്പെടുന്ന സമയത്ത് ഞാനിത് തിരിച്ചു തരും. അതുവരെ വിഷ്ണുവിന്റെ ചിതാഭസ്മത്തിന് മുന്നിൽ തിരി കത്തിക്കാൻ ശാലിനി എന്നെ അനുവദിക്കണം. ഇതെന്റെ ആഗ്രഹം. ഇതുകൂടി ചെയ്താലേ ഞാൻ അവന് വേണ്ടി ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ഒരു പൂർണ്ണത വരും. ഇനിയൊന്നും ആലോചിക്കണ്ട, ഞാൻ വേണ്ട പോലെ സൂക്ഷിച്ചോളാം. കല്യാണ ലെറ്റർ അടിച്ചു കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ലെറ്റർ ആണോ നോക്കി അങ്ങോട്ട് കൊടുക്കു സ്വാമി. നാളെ തൊട്ട് വിളിച്ചു തുടങ്ങേണ്ടതാ. മഹേട്ടാ ഇതെന്താ ഇങ്ങനെ? എങ്ങനെ? ഇത് നമ്മൾ ആദ്യം നിശ്ചയിച്ച അരങ്ങത്ത് തറവാട്ടിലെ പയ്യനല്ലേ? അപ്പൊ പ്രകാശുമായിട്ടല്ലേ നമ്മുടെ മോളുടെ കല്യാണം നടത്തുന്നത്? പ്രകാശുമായിട്ടോ? എന്റെ മോളുടെ കല്യാണോ? അവന്റെ പേര് കേൾക്കുമ്പോ തോന്നുന്ന ഒരു പ്രകാശം മാത്രമേ അവനുള്ളൂ. ജീവിതം മൊത്തം ഇരുട്ടാ. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അനാഥ ജന്മം പോലെ കിടന്ന് അലയേണ്ടി വരും നിന്റെ മോള്. അത് മതിയോ? അത് മതിയെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. സ്വന്തം അമ്മ തന്നെ മോളുടെ ജീവിതം നശിച്ചു കാണാൻ ആഗ്രഹിച്ച പിന്നെ എനിക്കൊന്നും എതിർത്ത് പറയാൻ പറ്റില്ലല്ലോ. മഹേട്ട, ഞാൻ അതല്ല പറഞ്ഞത്. ഇത് ചതിയല്ലേ? നമ്മൾ അവളെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയൊന്നും അല്ലല്ലോ. മക്കളുടെ ഇഷ്ടത്തിനാണ് കാര്യങ്ങൾ നടത്തുന്നതെങ്കിൽ പിന്നെ എന്തിനാടി ഞാൻ ഇവിടെ അച്ഛനാണെന്ന് പറഞ്ഞിങ്ങനെ ഞെളിഞ്ഞു നിൽക്കുന്നത്? ഞാനങ്ങ് ഇറങ്ങിത്തരാം. നിങ്ങൾ അമ്മയും മോളും പിന്നെ വേണമെങ്കിൽ താൻ തോന്നിയായിട്ട് നടക്കുന്ന നിന്റെ മകനെയും കൂടെ കൂട്ടിക്കോ. എന്താന്ന് വെച്ചാ ചെയ്ത് കാണിക്കും. പക്ഷേ അത് എന്റെ ഈ കുടുംബത്തിൽ നിന്നുകൊണ്ടാവരുത്. ഇറങ്ങിക്കോണം. അമ്മയും മക്കളും കൂടി എവിടേക്കാണെന്ന് വെച്ചാ. എന്റെ സമ്മതത്തോടെ കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിശ്ചയിച്ച പ്രകാരം എന്റെ മോളുടെ കല്യാണം അരങ്ങത്ത് വീട്ടുകാരുമായിട്ട് തന്നെ നടക്കണം. ഇത് അന്തസ്സുള്ള കുടുംബക്കാരാ, പാരമ്പര്യ സ്വത്തുകാര്. അല്ലാതെ നിന്റെ മോള് പ്രേമിച്ചവനെ പോലെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവനല്ല. പിന്നെ നീ ഈ പറഞ്ഞ പ്രകാശിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് തന്നെ അന്വേഷിച്ചു. അവനെ പഠിപ്പിക്കാൻ കാശ് മുടക്കിയതും ഉടുതുണി വാങ്ങിച്ചു കൊടുക്കുന്നതും എന്തിന് ഭക്ഷണത്തിനുള്ള കാശ് കൊടുക്കുന്നത് പോലും കളക്ടർ ശാലിനിയാണെന്ന്. തെണ്ടി തിന്ന് ജീവിക്കുന്ന അവനെ മാത്രമേ നിന്റെ മോക്ക് പ്രേമിക്കാൻ കിട്ടിയുള്ളൂ. എടി, സാമ്പത്തികം പോട്ടെ, പേരിന് പറയാൻ യാതൊരു കുടുംബ പാരമ്പര്യവും ഇല്ലാത്തവനെയൊക്കെ ഈ കുടുംബത്തോട്ട് വിളിച്ചു കയറ്റണമെന്നാണോ അമ്മയും മോളും കൂടെ ഈ പറഞ്ഞോണ്ട് വരുന്നത്? ശരി, പറയുന്നതെല്ലാം സമ്മതിച്ചു. പക്ഷെ അവനൊരു ഡോക്ടറാ. അതൊരു വലിയ കാര്യമല്ലേ മഹേട്ടാ? എടി, എന്റെ ശത്രുവാണ് ശാലിനി. ആ ശത്രുവിന്റെ വളർത്തുപുത്രന് ഞാൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കില്ല. ഇനി അവൻ എത്ര വലിയ കൊച്ചി രാജാവിന്റെ കൊച്ചുമോനാണെന്ന് പറഞ്ഞാലും ശരി, മഹേന്ദ്രൻ എടുത്ത തീരുമാനത്തിൽ നിന്നും അണുകിട വ്യതിചലിക്കില്ല. അപ്പൊ നീ പറയും ഞാൻ എന്റെ മോക്ക് വാക്ക് കൊടുത്തതല്ലേ എന്ന്. അത് എവളുടെ ഭാവിയെ കരുതി മാത്രമാണ്. ഇല്ലെങ്കിൽ അനുസരിപ്പിക്കും. ഈ അച്ഛൻ പറയുന്നത് കേട്ട് അനുസരണയോടെ നിന്നാൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നീ നിന്ന് കൊള്ളും. അറിയാലോ നിനക്കെന്നെ. ശിവ, നീയോ? നിനക്കെന്താ ഇവിടെ കാര്യം? പ്രകാശ് എവിടെ? പ്രകാശ്? ഏത് പ്രകാശ്? അച്ഛൻ വെറുതെ നാടകം കളിക്കരുതേ. ഞാൻ നാടകവും ചിലപ്പോ ബാലയും കളിക്കും.
എന്റെ അനുസരണയിൽ വളരാത്ത ഒരുത്തനെയും എന്നെ ഗുണദോഷിക്കാനോ എന്നെ ചോദ്യം ചെയ്യാനോ ഞാൻ അനുവദിക്കില്ല. ശ്രമിച്ച കഴുത്തിന് പിടിച്ച് ഞാൻ വെളിയിൽ തള്ളും. വെളിയിൽ പോവാൻ തയ്യാറായിട്ട് തന്നെ ഞാൻ വന്നിരിക്കുന്നേ. പക്ഷേ എനിക്കത് അറിയണം. ചന്ദ്രയ്ക്ക് വേറെ കല്യാണം ഉറപ്പിക്കുന്നതിനായി അച്ഛൻ പ്രകാശിനെ കടത്തിക്കൊണ്ടുപോയി എവിടെ ഒളിപ്പിച്ചിരിക്കുക. എനിക്കറിയാം, അവനെ കാണാതായതിന് പിന്നിൽ അച്ഛൻ തന്നെയാ. ഞാൻ ഇന്നും ഇന്നലെയും കണ്ടു തുടങ്ങിയതൊന്നുമല്ലല്ലോ എന്റെ അച്ഛനെ. നീ എന്ത് ഭ്രാന്തൊക്കെയാടാ ഈ വിളിച്ചു പറയുന്നേ? ഓരോ മാരണങ്ങളും മനുഷ്യന്റെ സ്വസ്ഥത കെടുത്താൻ വേണ്ടിട്ട് കേറി വന്നോളൂ. നീ നിർമ്മലേ, എന്തായാലും നിന്റെ മോൻ വന്നതല്ലേ, യവന്റെ പെങ്ങളുടെ ഒരു കല്യാണ ലെറ്റർ എടുത്ത് യവനും കൂടെ കൊടുക്ക്. സമയം ഉണ്ടെങ്കിൽ വന്ന് 2 വെറ്റ് കഴിച്ചിട്ട് പോവാൻ പറ. ഇനി കല്യാണത്തിന് ആങ്ങള വന്നില്ല എന്നുള്ളൊരു പരാതി യവക്കൊണ്ടാവണ്ടല്ലോ. ഇത് നടക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അച്ഛൻ തീരുമാനിച്ച ഈ കല്യാണം നടക്കില്ല. സ്വാമി, ഈ ജോലി ചെയ്യാൻ അറിയാത്ത സെക്യൂരിറ്റിയൊക്കെ മാറ്റിയിട്ട് വേറെ ആരെങ്കിലും നാളെ തന്നെ ജോലിക്ക് വെക്കണം. കണ്ട അലവലാദികൾക്ക് കയറി ഇറങ്ങാനുള്ളതല്ല ഇവിടെ. ഇവിടേക്ക് വരാൻ അറിയാമെങ്കിൽ എനിക്ക് പോവാനും അറിയാം. പിന്നെ ചന്ദ്രയുടെ കാര്യത്തിൽ അച്ഛന്റെ ഈ മോഹം നടക്കാൻ പോകുന്നില്ല. ഇവളുടെ കഴുത്തി മിന്നി കിട്ടുന്നെങ്കിൽ അത് പ്രകാശം തന്നെ ആയിരിക്കും. ഇത് പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? എടാ, നീ ഒരു പെങ്കൊച്ചിനെ മോഹിപ്പിച്ചിട്ട് ഒരു കളക്ടറുടെ പദവിയും അവളുടെ സമ്പത്തും കണ്ടപ്പോ അവളുടെ പിന്നാലെ പോയവനല്ലടാ നീ.